യെസ്, മോർണിംഗ് വാക്കിനായി നമ്മളിങ്ങനെ എത്തിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ പക്ഷേ കൊച്ചിയിൽ ഈ പറയുന്ന മേഖലയിൽ ഏറ്റവും ആക്റ്റീവായി ഏറ്റവും സജീവമായി എല്ലാ സമയത്തും ഉള്ള ഒരു റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റോഡായിരിക്കും. കാരണം എല്ലാ സമയത്തും എയർപോർട്ടിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പൊ ആ തിരക്ക് ഇപ്പോഴും ഉണ്ട് അല്ലെ? നമുക്ക് സാമ്പത്തിക സ്ഥിരാകേന്ദ്രമാണിതല്ലേ? കാരണം വിവിധ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാത്തിലും സാമ്പത്തികമില്ലാതെ ഒന്നും ഇല്ല പ്രജനി. നമ്മൾ ഈ സാമ്പത്തികം വേണ്ട സാമ്പത്തികം വേണ്ട എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒരു അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ല് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എമർജൻസി സർജറി ഒക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കുട്ടികളെ പണം ഉണ്ടാക്കണം, പക്ഷെ അത് നിയമപരമായ രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ പണം ഉണ്ടാക്കണം. ആ പണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ 2 ബർത്ത്ഡേയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ടാനിയ മോളാണ്, ഒന്ന് ഇഫ്രാൻ മോനാണ്. അപ്പൊ 2 പേർക്കും ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് വീണ്ടും നമ്മുടെ മോർണിംഗ് വാക്ക് പുനരാരംഭിക്കാം. ഒന്നുമല്ല, നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മോഷണ ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ സെയ്ഫ് അലി ഖാൻ, നടൻ സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആള്. ബാന്ദ്രയിലെ വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് താരം തിരികെ എത്തിയത്. പോലീസ് ഇന്ന് സെയ്ഫ് അലി ഖാന്റെ മൊഴി എടുത്തേക്കും. എന്തായാലും വളരെ സ്മാർട്ടായിട്ടും ആക്റ്റീവായിട്ടുമാണ് സെയ്ഫ് അലി ഖാൻ ഇന്നലെ തിരികെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. 5 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം സെയ്ഫ് അലി ഖാൻ വീട്ടിലേക്ക് മടങ്ങി. തന്റെ സ്ഥിരം വസതിയായ ഫോർച്യൂൺ ഹൈറ്റ്സിലേക്കാണ് താരം മടങ്ങിയത്. സദ്ഗുരു ശരൺ എന്ന കെട്ടിട സമുച്ചയത്തിൽ താമസിക്കുമ്പോഴാണ് മോഷണ ശ്രമത്തിനിടെ സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. കയ്യിലും കഴുത്തിലും ചെവിക്ക് പുറകിലും ബാൻഡേജ് കാണാം. എന്നാൽ കാഴ്ചയിൽ ക്ഷീണം കാണാനില്ല. ഫ്ളാറ്റിലേക്ക് പ്രവേശിക്കും മുൻപ് ആരാധകരെ സെയ്ഫ് അലി ഖാൻ കൈവീശി കാണിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളെല്ലാം നടനോടൊപ്പമുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെയ്ഫിന്റെ ഫ്ളാറ്റുകളിലെല്ലാം ഇന്നലെ കൂടുതൽ CCTVകൾ സ്ഥാപിച്ചു. ഇന്ന് പോലീസ് സെയ്ഫ് അലി ഖാനിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ പുലർച്ചെ പ്രതി ഷെറീഫുൾ ഇസ്ലാമിനെ ഫ്ളാറ്റിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫയർ എക്സിറ്റ് ഗോവണി വഴി 7ാം നിലയിലെത്തിയെന്നും അവിടെ നിന്ന് പൈപ്പിൽ വലിഞ്ഞു കയറി എന്നുമാണ് പ്രതിയുടെ മൊഴി. അക്കാര്യങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു. തുടർന്ന് നടനുമായുണ്ടായ സംഘർഷം പ്രതീകാത്മകമായി വീണ്ടും അവതരിപ്പിച്ചു. ഗോവണി, കുളിമുറിയുടെ ജനൽ, പൈപ്പ് എന്നിവിടങ്ങളിൽ നിന്നും പ്രതിയുടെ 19 വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിർണായക തെളിവാകും. പ്രതിയുടെ തൊപ്പിയും ആക്രമണം നടന്ന മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. താരം തന്നെ ചുറ്റിപ്പിടിച്ചപ്പോൾ രക്ഷപ്പെടാനായാണ് കുത്തിപ്പരുക്കേൽപ്പിച്ചത് എന്നാണ് പ്രതിയുടെ മൊഴി. ആക്രമണശേഷം സ്വദേശമായ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതിയെന്നും വ്യക്തമായിട്ടുണ്ട്. താൻ ബംഗ്ലാദേശിൽ ഗുസ്തി താരമായിരുന്നുവെന്ന പ്രതിയുടെ അവകാശവാദത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. പ്രതി ഉപയോഗിച്ച സിം കാർഡ് മറ്റൊരാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചെടുത്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 24 മുംബൈ. ചേച്ചി, സെയ്ഫ് അലി ഖാന്റെ ഒക്കെ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആരോഗ്യ സംരക്ഷണം അവരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ്. നമ്മൾ ഇങ്ങനെ നടന്നാൽ പോരാ, മലയാളത്തിൽ മമ്മൂക്ക പോലെ അല്ലല്ലേ ബ്രിസ്ക് വോക്ക് ചെയ്താ പ്രജിനൊപ്പം എത്തണമെങ്കിൽ ഒരു അല്പം എനിക്ക് സ്പീഡിൽ നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെക്കാൾ സ്പീഡിലാണ് നമ്മുടെ ക്യാമറയിലുള്ള സന്തോഷും ലാലുവും നമ്മുടെ വിനിൽ കാശിയും രാഹുൽ സുദേവും ഒക്കെ നടക്കുന്നത്. അപ്പോ അല്ല കൂടെ ഉണ്ടെന്ന്, കാരണം ഞാൻ നല്ല സ്പീഡാണ്. അടുത്ത വാർത്ത പറയുന്നത് അപ്പൊ നമ്മൾ സ്ലോ ആകും. ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിച്ചപ്പോൾ പൊതുമരാമത്ത് ഓഫീസിലെ ചുവരിലൊരുങ്ങിയത് മനോഹരമായ ചിത്രങ്ങളാണ്. അപ്പൊ ആ കൂട്ടായ്മയെ കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ കലാരൂപങ്ങളും ശുചിത്വ സന്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ആരോഗ്യ വിഭാഗം ജീവനക്കാരായ സുനിൽകുമാർ, ബിജു ജോസ്, ആനന്ദൻ, അബ്ദുൾ ജലീൽ, MP സുരേഷ്, സുഭാഷ് എന്നിവരാണ് ഇത്തരത്തിൽ ചുവർ ചിത്രമെന്ന ആശയങ്ങൾക്ക് പിന്നിൽ. ഷൊർണൂർ നഗരത്തിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പൊതു ഇടങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളുടെ മതിലുകളിലും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ബിജു ജോസ്, ആനന്ദൻ എന്നിവർ ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാർ കൂടിയാണ്. ഇരുവരുടെയും നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ ചിത്രങ്ങൾക്ക് നിറം നൽകുന്ന ജോലിയും പൂർത്തിയാക്കി. 8 അടി ഉയരമുള്ള 6 ചിത്രങ്ങളാണ് 2 വശത്തായുള്ള മതിലുകളിൽ ഒരുങ്ങുന്നത്. വ്യത്യസ്ത നിറങ്ങളുള്ള എമർഷൻ പെയിന്റാണ് ചുമർ ചിത്രങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്.
അടുത്ത ഘട്ടമായി ഷൊർണൂർ ഹെൽത്ത് സെന്ററിലാണ് ഇവർ ചുമർ ചിത്രമൊരുക്കുക. പാലക്കാട്. യെസ്, നെടുമ്പാശ്ശേരിയിലെ ഈ എയർപോർട്ട് റോഡും തൊട്ടടുത്തുള്ള സർവീസ് റോഡിൽ നടന്നപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓടിയൊക്കെ വന്നപ്പോൾ നമ്മുടെ പിറകിൽ കാണുന്ന ഒരു വലിയ ബോർഡ്. യെസ്, ക്രിസ്ത്യൻ ചെറിയാൻ ഇങ്ങനെ അഭിമാനം കൊണ്ട് ഇങ്ങനെ എന്താ പറയാ, ഡ്രൈവിംഗ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ മോഡേൺ എക്കോണമി 24ന്റെ കഴിഞ്ഞ ജാനുവരി, അതായത് ജാനുവരി 11 നടന്ന ബിസിനസ് കോൺക്ലേവ് ആണ്. നമ്മൾ 2 ഭാഗമായിരുന്നു. മികച്ച ഒരു സാമ്പത്തിക ശില്പശാലയായിരുന്നു. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള വിദഗ്ധർ വരികയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ ഇനിയും ബിസിനസ് കോൺക്ലേവുകൾ ഉണ്ടാവട്ടെ. ചേച്ചി മുൻകൈ എടുക്കട്ടെ. അതെ, ഞാൻ എപ്പോഴും മുൻകൈ എടുത്തിട്ടുണ്ട്. ആലുവയിലെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പറഞ്ഞു വരുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തെ കുറിച്ചാണ്. വലിയ ഭക്തജന തിരക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൽ ഭക്തജന പ്രവാഹമുണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുഗമമായ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നട തുറന്ന് 7 ദിവസം പിന്നിടുമ്പോൾ 2 ലക്ഷത്തിലധികം പേരാണ് ദർശനം നടത്തിയത്. എനിക്ക് നാളെയാണെന്ന് തോന്നുന്നു അവിടുത്തെ സമാപനം തോന്നുന്നു. നമുക്ക് പറ്റുമെങ്കിൽ നാളെ അവിടേക്ക് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. മോർണിംഗ് വാക്കിന് റിപ്പോർട്ട് വേണം. നടതുറപ്പ് മഹോത്സവം 7 ദിവസം പിന്നിട്ടപ്പോൾ ശ്രീപാർവതിയെ ദർശിക്കാൻ ഭക്തജന പ്രവാഹം. ആയിരക്കണക്കിന് പേരാണ് ദിവസേന ദർശനം നടത്തുന്നത്. പട്ടും താലിയും നടക്കൽ സമർപ്പണമാണ് പ്രധാന ചടങ്ങ്. തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിയാണ് ഭൂരിഭാഗം പേരും ദർശനത്തിനെത്തുന്നത്. ഇവരുടെ ദർശനം സുഗമമാക്കുന്നതിന് ക്യൂവിലുള്ള എല്ലാ ഭക്തരെയും ദർശനം നടത്തിയതിന് ശേഷമേ വൈകിട്ട് നട അടയ്ക്കുകയുള്ളൂ. ഉത്സവത്തിന്റെ ഭാഗമായി ദിവസേന 15,000 പേർക്കാണ് അന്നദാനം. നാളെ ഉത്സവം സമാപിക്കാനിരിക്കെ ഇന്നു മുതൽ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ തിരുനട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നത്. 24 കൊച്ചി. യെസ്, അപ്പോൾ ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതായത് ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. ഇപ്പൊ ഈ കണ്ട ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ്. 2 ദിവസം മുൻപ് ഞങ്ങൾ അവിടെ പോയി, വലിയ തിരക്കാണെന്ന് സീന മുഹമ്മദ് പങ്കുവെക്കുന്നുണ്ട് ഒരു വാർത്ത. ഓക്കെ, അപ്പോൾ സുരേന്ദ്രകുമാർ PM കമന്റ്സ് എല്ലാം വായിച്ചു തീർന്നു. ഞാനൊരു ഗുഡ് മോർണിംഗ് അയച്ചിരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഷഫീർ മണ്ണാർക്കാട് കമന്റ് ഉണ്ട്. കബീർ, ലേഖ ജയൻ, സുരേന്ദ്രകുമാർ PM, മാത്യു വർഗീസ്, അതുപോലെ ഒക്ലഹോമയിൽ നിന്ന് ഷിബു കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. റോഷ്നി പ്രദീപ് പറയുന്നുണ്ട്. സുധാ വിശ്വൻ, മാത്യു വർഗീസ്, രമേഷ് പിന്നെ അബ്ദുൾ ലത്തീഫ് പ്രവാസിയാണ്, ഒമാനിൽ നിന്നാണെന്ന് പറയുന്നു. ഹാറ്റ്സ് ഓഫ്. ജോൺ ജോസഫ്, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗും അവരുടെ വിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നമ്മളൊന്ന് വായിക്കട്ടെ, ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞ് 44 ആയി. അപ്പോൾ ഇത് ഒരു കൊച്ചിയുടെ നഗരഹൃദയമാണെങ്കിലും പ്രകൃതി ഭംഗി നമുക്ക് സൈഡിൽ കാണാം. നമ്മുടെ രാഹുൽ സുദേവ് ആ പ്രകൃതി ഭംഗി കാണിച്ചു തരും. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ അശ്വതി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ശൈലജ അമ്മ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹായ് പറയാമോ എന്ന്. അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ ജോലിയൊക്കെ കാണും. അപ്പൊ ശൈലജ അമ്മ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നാട്ടില് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പ്രജന്റ് സ്വഭാവവും കാലാവസ്ഥയും. പ്രേക്ഷകർ കൃത്യമായിട്ട് അറിയാം. കാലാവസ്ഥ എന്നുള്ളത് ഞാൻ അഗ്രേ ഇല്ല. വേണ്ട. അപ്പം കാലാവസ്ഥ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, മഴ പെയ്യാത്ത മാസം ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. ഇത്തവണയും അതിന് സമാനമാണ്. ജനുവരിയിൽ മഴ ഓൾറെഡി പെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷേ മകരത്തിൽ നല്ല മഞ്ഞ് പെയ്യണ മാസമാണ്, നല്ല തണുപ്പുണ്ടാവണം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ ഇന്ന് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത, അല്ലെ? അതെ. അപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്തൂടെ നമുക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ നമുക്ക് ആ ഒരു കൗതുകം. അതെ, കൗതുകം മാത്രമല്ല, അതിലിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുടെ ഫീലിംഗ് ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. ബാക്ക് ടു കാലാവസ്ഥ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ വലിയ ചൂടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാരണം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം പൊള്ളിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ജാഗ്രത പാലിക്കുക കേട്ടോ. അടുത്തൊരു അപ്ഡേറ്റിലൂടെ പോവാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ ഉപഭോക്തൃ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൽപ്പറ്റ, എൽസ്റ്റൺ, നെടുമ്പാല, ഹാരിസൺ എസ്റ്റേറ്റുകളിലെ ആദ്യഘട്ട
പുനരധിവാസത്തിനുള്ള ദുരന്തബാധിതരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുക. നേരത്തെ പുറത്തിറക്കിയ കരട് പട്ടികയിലെ അപാകതകൾ പരിഹരിച്ചാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ട പുനരധിവാസത്തിനുള്ള പട്ടിക പിന്നീടാകും പ്രസിദ്ധീകരിക്കുക. ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ പടവെട്ടിക്കുന്നിലെ കുടുംബങ്ങളെ അടക്കം രണ്ടാം ഘട്ടത്തിലാകും ഉൾപ്പെടുത്തുക. പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തി വിശദമായ ചർച്ചയ്ക്കൊടുവിലാണ് പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ 388 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ കരട് പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇനി നമുക്കൊന്ന് ഒരു ദേശീയ വാർത്തയിലേക്ക് പോവാം. രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ പതിഞ്ഞ ഒരു കേസാണ്, ഒരു വാർത്തയാണ്, അതിലേക്കാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ നൽകിയ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതി സഞ്ജയ് റോയ്ക്ക് വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നത്. 2024 ഓഗസ്റ്റ് 18-നാണ് സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകാം അല്ലേ? ഇനി തിരുവനന്തപുരം കഠിനംകുളത്തേക്ക് പോയാൽ അവിടെ വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായ അന്വേഷണം തുടരുകയാണ്. മരിച്ച ആതിര ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ്. ആതിരയുടെ സ്കൂട്ടറുമായി കടന്ന ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എറണാകുളം സ്വദേശി എന്ന് പറയപ്പെടുന്ന ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയോ മേൽവിലാസത്തിലോ വ്യക്തതയുമില്ല. ആതിരയുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിച്ചാലേ സുഹൃത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് സംസ്കരിക്കും. വീണ്ടും കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. സജി പൗലോസ്, പിന്നെ മണികണ്ഠൻ പറയുന്നു ഐ വാച്ചിങ് 24 ഇൻ പരശുറാം ട്രെയിൻ എന്ന് പറയുന്നു. യാത്രയിലാണ് അവരൊക്കെ, ഒരുപാട് പേര്. ശിവദാസിന്റെ കമന്റ് ഉണ്ട്. റീന സതീശൻ ഇപ്പൊ തന്നെ വെയിലാണോ എന്ന് ചോദിക്കും. ഇപ്പൊ വെയിലില്ല, ഇപ്പൊ ഒരു തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. സ്പെഷ്യൽ പ്രേക്ഷകൻ ഷാനിബ് നേരത്തെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ക്രിസ്റ്റീന ചേച്ചി പാട്ട് പാടണം എന്ന്. അപ്പൊ അവനുണ്ട് ഒരു പാട്ട് എന്തായാലും ക്രിസ്റ്റീന ചേച്ചി പാടണം. അപ്പൊ അത് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ ക്രിസ്റ്റീന ചേച്ചി പാടുന്നതായിരിക്കും കേട്ടോ. ഷാനിവേ എന്തായാലും പാടുപെടുന്നതായിരിക്കും. യെസ്, വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്കിലേക്ക് തിരികെ എത്തുമ്പോൾ നേരത്തെ ഷാനിബിന് കൊടുത്ത് ഉറപ്പ് പാലിക്കാൻ ക്രിസ്റ്റീന ചെറിയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ദൂരെ കിഴക്ക് നോക്കി ക്രിസ്റ്റീന ചെറിയ ഒരു പാട്ട് പാടാൻ പോകുന്നു. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാൻ ഇന്ന് എടുത്തു വച്ചേ എന്റെ വെറ്റിലെത്താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. മ്യൂസിക്കും കൂടെ എനിക്ക് ബാക്കി പാട്ട് അറിയില്ല, നോക്ക്. അപ്പോൾ ഷാനിബിന് പാട്ട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി പാടാൻ കൃത്യമായി 4 വരി മാത്രം, അല്ലെങ്കിൽ 2 വരി മാത്രമുള്ള ഒരു സോങ് സെലക്ട് ചെയ്ത ക്രിസ്റ്റീന ചെറിയാൻ എന്നുകൂടി പറയേണ്ടി വരും. ഓക്കെ, ഇനി വാർത്തയിലേക്ക് വരാം. എന്താണ് അടുത്ത വാർത്ത നോക്കാം. നമുക്ക് സ്പോർട്സ് രംഗത്തേക്ക് ഒന്ന് പോയാലോ? അതെ, മറ്റൊരു വാർത്തയുണ്ടല്ലേ. പി കെ ശശിയെ രൂക്ഷമായി വിമർശിച്ച് CPIM പാലക്കാട് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് എന്നൊരു വാർത്ത വരുന്നു. കടുത്ത അച്ചടക്ക ലംഘനമാണ് ശശിയിൽ നിന്നുണ്ടായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇ പി ജയരാജനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. NN കൃഷ്ണദാസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത്. നിഖിൽ, ജില്ലാ സമ്മേളനം നടക്കുന്നു, പല വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NN കൃഷ്ണദാസിന്റെ വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇപ്പോൾ പി കെ ശശിക്കെതിരെയും വലിയ വിമർശനം സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. രണ്ടുപേരുടെയും പാട്ട് മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്റ്റീന പാടുന്നത് നമ്മൾ അധികം കേട്ടിട്ടില്ല. പ്രജിൻ നമ്മുടെ ഭാവഗായകനാണ്. എല്ലാ വിധത്തിലുള്ള ആശംസകളും. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വാർത്തയിലേക്ക് വന്നാൽ പി കെ ശശിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കടുത്ത അച്ചടക്ക ലംഘനമാണ് ശശിയിൽ നിന്നുണ്ടായത് എന്നുള്ളൊരു വിമർശനമാണ് ഉണ്ടാവുന്നത്. നെല്ല് സംഭരണം ഗൗരവത്തിൽ കാണണം, അത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ പി കെ ശശിക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ കടുത്ത വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്നുകൂടി
ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനമായും ചർച്ചയായ വിഷയങ്ങൾ EP ജയരാജനെതിരെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ജയരാജന്റെ വിവാദ കൂടിക്കാഴ്ച പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, മത്സരം പാടില്ലെന്ന നിയമം ലംഘിച്ച് ജില്ലയിൽ ഏരിയ കമ്മിറ്റിക്ക് മത്സരിക്കാൻ തൃശ്ശൂരും ഏരിയ കമ്മിറ്റിക്ക് അനുമതി നൽകിയതിലും വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നെല്ല് സംഭരണം ഗൗരവത്തിൽ കാണണം, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും, കർഷകർ ഏറെയുള്ള ജില്ലയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും ഇപ്പോൾ ഈ ചർച്ചകൾ തുടരും. നാളെയാണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അടക്കം തെരഞ്ഞെടുക്കുക. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വിഭാഗീയത പല മേഖലകളിൽ നിന്ന്, അതായത് ജില്ല പൂർണ്ണമായി വിഭാഗീയ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, പലയിടങ്ങളിൽ വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ അടക്കമുള്ള മേഖലകളിൽ പാർട്ടിയിൽ ഒരു വിഭാഗം സമാന്തര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യമടക്കം ഇന്ന് ചർച്ചയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബ്രൂവറി വിഷയമടക്കം ഇന്ന് ചർച്ചയ്ക്ക് വന്നേക്കും. ശരി, നിഖിൽ നല്ല ദിനം ആശംസിക്കുന്നത്. നിഖിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം കമന്റ് ബോക്സിൽ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ല, ഇത് ഞാൻ പറയാ, ബഗീഷ് പറയുന്നു, ഷീജ എന്ന് പറയുന്നു, ഒരുപാട് പേര് പറയുന്നു സൂപ്പർ പാട്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോ വേറൊരു കാര്യം, ഈ ക്രിസ്റ്റീന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കില്ലേ, 19 വയസ്സേ ഉള്ളൂ എന്ന് ഒരാൾ പറയുന്നു കേട്ടോ. അത് മാറിപ്പോയതാണോ എന്ന് തോന്നുന്നു. 19 അല്ല, തിരിച്ചിട്ടതാണെന്നാണ്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ അവധി കഴിഞ്ഞു, 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ദണ്ഡിയാത്രയിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ പ്രജിൻ ഒന്നും ജനിച്ചിട്ടേ ഇല്ല. പക്ഷെ പ്രജിൻ കുറെ വർഷങ്ങൾക്ക് ശേഷം 20-25 വയസ്സ് കാണും. ഇല്ല, അത്രയും ഇല്ല, കുറയ്ക്കല്ലേ, കൂട്ടല്ലേ. അപ്പൊ നമുക്ക് റിപ്പോർട്ടിലേക്ക് പോവാം. യമനിൽ 10 വർഷത്തിലധികമായി കുടുങ്ങിക്കിടന്ന തൃശൂർ എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിലെത്തും എന്നൊരു പോസിറ്റീവ് വാർത്തയാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. പൂമംഗലം പഞ്ചായത്തിലെ കുണ്ടൂർ വീട്ടിൽ 49 വയസ്സുള്ള ദിനേശാണ് ദുരിതക്കയത്തിൽ അകപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ വരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. ഭാര്യ അനിതയുടെയും കുടുംബത്തിന്റെയും ജീവിതം കണ്ണീർ കടലായി. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ ബിബിൻ പാറമേക്കാട്ടിന് മുന്നിലേക്ക് ഉണ്ണി പൂമംഗലം എന്ന വ്യക്തി മുഖേന എത്തുന്നത്. ഇതോടെ ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. കൂടാതെ കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ്, സാമുവൽ ജെറോം എന്നിവരുടെ ഇടപെടലും ദിനേശിന് നാട്ടിലെത്താനുള്ള വഴിയൊരുക്കി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ദിനേശ് യമനിൽ നിന്ന് നാട്ടിലേക്ക് വിമാനം കയറി. There is a dear brother from Vipin from India. We had been able to send him home. Now today he is here in the airport and now he is ready to travel. I just want to thank everyone who had been helpful in this, so enable brother Dinesh to travel. 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. 24 തൃശൂർ. യെസ്, അപ്പോ നാട്ടിലേക്ക് എത്തുന്ന എടക്കുളം സ്വദേശി എന്താണ് പറയാ, ദിനേശ് അല്ലെ, ദിനേശിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ നമ്മളൊരു സ്പോർട്സ് വാർത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നൊസ്റ്റാൾജിയാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്ലെയർ മുഹമ്മദ് അസ്റുദ്ദീൻ, അദ്ദേഹത്തിന്റെ ആദ്യ മത്സരത്തിൽ ആദ്യ സെഞ്ചുറി നേടിയ സ്റ്റേഡിയം കൂടിയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് തുടക്കം രാത്രി 7 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണറായി ആദ്യ 11-ൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ മുഹമ്മദ് ഷമിയുടെ മടങ്ങിവരവാണ് മറ്റൊരു ഹൈലൈറ്റ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഡ്രസ് റിഹേഴ്സലാണ് ടീം ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര. ടീം പ്രഖ്യാപനം കഴിഞ്ഞെങ്കിലും സ്ക്വാഡിൽ മാറ്റം വരുത്താൻ ഫെബ്രുവരി 13 വരെ ICC അനുമതിയുണ്ട്. ടീമിൽ ഉൾപ്പെട്ടവർക്ക് ആദ്യ 11-ൽ സ്ഥാനമുറപ്പിക്കാനും ഇടം നേടാനാവാതെ പോയ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക് സെലക്ടർമാരെ മറിച്ച് ചിന്തിപ്പിക്കാനുമുള്ള അവസരമാണ് ഈ ഇംഗ്ലീഷ് പരീക്ഷ. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഇളക്കമുണ്ടാവില്ല. അവസാന 5 കളിയിൽ 3 സെഞ്ചുറി നേടിയ സഞ്ജു തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. കൂട്ടിനുണ്ടാവുക അഭിഷേക് ശർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി നേടിയ തിലക് വർമ്മയുടെ സ്ഥാനത്തിനും ഇളക്കമുണ്ടാവില്ല. തിലകിനായി 1 ഡൗൺ സ്പോട്ട് വിട്ടുകൊടുത്ത സൂര്യ 4-ാം നമ്പറിൽ തന്നെ കളിക്കും. ഓൾറൗണ്ടർമാരായി ഹാർദിക് പണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും എത്തുമ്പോൾ
ഫിനിഷറുടെ റോൾ റിങ്കു സിംഗിൽ ഭദ്രം. 8ാം സ്ഥാനത്തിറങ്ങുന്ന വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്സർ പട്ടേൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആഴം കൂട്ടുന്നു. 14 മാസത്തിന് ശേഷമുള്ള മുഹമ്മദ് ഷമിയുടെ മടങ്ങിവരവാണ് മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷമിക്കൊപ്പം ന്യൂ ബോൾ പങ്കിടുക അർഷ്ദീപ് ആയിരിക്കും. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടിയ ഈ 2 താരങ്ങൾക്കും ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള അവസരമാണിത്. വരുൺ ചക്രവർത്തിയാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. ജോസ് ബട്ട്ലറും ഫിൽ സാൾട്ടും ഹാരി ബ്രൂക്കും ജോഫ്ര ആർച്ചറും ഉൾപ്പെടുന്ന ഇംഗ്ലണ്ടിന്റെ കിടലൻ നിര എതിരായെത്തുമ്പോൾ ഇടിവെട്ട് പോരാട്ടം തന്നെ ഈഡൻ ഗാർഡൻസിൽ കാണാം. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, അപ്പോൾ നല്ലൊരു മാച്ച് ഉണ്ടാകും എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക ലോകത്തേക്ക് വരുന്നാലോ? പെട്ടെന്ന് പറയൂ. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലൂടെക്ക് ഇന്ത്യൻ ഓഹരി വിപണി കൂപ്പുകുത്തി. മുംബൈ ഓഹരി വിപണി 7 മാസത്തെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നിക്ഷേപകർക്ക് നഷ്ടമായത് 7.48 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാഞ്ചാട്ടത്തിലായിരുന്ന ഇന്ത്യൻ ഓഹരി വിപണിക്ക് കൂഞ്ഞിന്മേൽ കുരുപോലെയായി ട്രംപൻ നയങ്ങൾ. സ്ഥാനാരോഹണത്തിന് ശേഷം ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിക്ഷേപകർ ആശങ്കയിലായതോടെ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് പോവുകയായിരുന്നു വിപണി. കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന വാക്കുകൾ വിപണിയിൽ ആശങ്കയുളവാക്കി. അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ കുടിയൊഴിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഇന്ത്യൻ ടെക് കമ്പനികൾക്ക് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലും വന്നു. ഇതോടെ വിപണിയിൽ വിറ്റഴിക്കൽ സജീവമായി. കമ്പനികളുടെ 3ാം പാദഫലങ്ങൾ മോശമായതും വളർച്ചാ നിരക്ക് കുറഞ്ഞതും വിദേശ നിക്ഷേപകർ ഓഹരി വിറ്റഴിക്കുന്നത് തുടരുന്നതും കൊണ്ട് പ്രതിസന്ധിയിലായ വിപണികൾക്ക് അധിക ഷോക്കായി ട്രംപിന്റെ നയപ്രഖ്യാപനം. ഇതോടെ സെൻസെക്സിലുണ്ടായത് 1200 പോയിന്റിന്റെ ഇടിവ്. ദേശീയ ഓഹരി വിപണി ക്ലോസിംഗിൽ 23,050 താഴെത്തി. ക്രൂഡ് ഉൽപാദനം കൂട്ടാനുള്ള ട്രംപിന്റെ നീക്കം ക്രൂഡ് വില ബാരലിന് $80 താഴ്ത്തി. വരാനിരിക്കുന്ന ബജറ്റ് എങ്ങനെയാകുമെന്ന അനിശ്ചിതത്വവും നിക്ഷേപകരെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണ് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു വലിയ തകർച്ച ഉണ്ടായത് എന്ന്. അത് ട്രംപിന്റെ ഒരു വരവ് കൊണ്ട് മാത്രമല്ല എന്നാണ് ആ റിപ്പോർട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, കാരണം ഓൾറെഡി മാർക്കറ്റ് തകർച്ചയിലായിരുന്നു. നമ്മുടെ 3ാം പാദഫലങ്ങൾ, കമ്പനികളുടെയൊക്കെ പാദഫലങ്ങൾ വളരെ മോശമായിരുന്നു. സൊമാറ്റോയിൽ വലിയ നഷ്ടമുണ്ടായി എന്ന വാർത്തയെ തുടർന്ന് 150 പോയിന്റാണ് അത് മാത്രം കാരണം സെൻസെക്സിൽ കുറഞ്ഞത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമന്റുകൾ ഈ അവസാന ഘട്ടത്തിലും പ്രേക്ഷകർ അയക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നത് ഈ ഓഹരി വിപണിയൊക്കെ ഇനി എന്ന് കയറി വരുമോ, ഫ്രണ്ട് പണി തരുമോ എന്നൊക്കെ പറയുന്നു. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, അടിപൊളി. ഏതാണോ ഫ്ലൈറ്റ്? അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇൻഡിഗോ. തലയ്ക്ക് മീതെ ശൂന്യാകാശം. അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി തലയ്ക്ക് മീതെ വിമാനം എന്ന് പറയേണ്ടി വരും. തലയ്ക്ക് മീതെ ഇൻഡിഗോ വിമാനം. താഴെ എയർപോർട്ട് റോഡ്. നമ്മൾ പാവം. നമ്മൾ ഓക്കെ, പാവം എന്നുള്ള അഡ്ജക്റ്റീവ് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ്. ചേച്ചിക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ അത്ര പാവമല്ല. അതാണ്. എന്റെ മമ്മി പ്രജിനെ നോക്കി പുഞ്ചിരിക്കുന്നു എന്ന് പറയുന്നു നീതു ജോർജ്. അത് നല്ലതല്ലേ, പുഞ്ചിരി അങ്ങോട്ടും. താങ്ക് യു. പിന്നെ ക്രിസ്ത്യൻ നന്നായി അത്ര പോരാ എന്നാ പറഞ്ഞേക്കുന്നത്. കല്ലട ക്രിസ്ത്യൻ ചേച്ചി പാടില്ലല്ലോ. വളരെ സമർത്ഥമായി 2 വരി മാത്രമുള്ള പാട്ട് സെലക്ട് ചെയ്ത ക്രിസ്ത്യൻ ചെറിയാനെ നമ്മൾ മറക്കരുത്. ഇല്ല. അപ്പൊ നമ്മുടെ നടത്തം അവസാനിപ്പിക്കാൻ സമയമാവുന്നു. ഇനി മോർണിംഗ് ഷോയുടെ നേരമാണ്. അവിടെ സ്റ്റുഡിയോയിൽ SKN തയ്യാറായി നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ് SKN. ഗുഡ് മോർണിംഗ് പ്രജൻസി കണ്ണൻ. ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ. പാട്ട് വളരെ വിജ്ഞാനപ്രദമായി മാർക്കറ്റിൽ വയ്ക്കാവുന്ന. ഓക്കെ, താങ്ക് യു.